ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആയിട്ട് സെൽഫ് വർക്ക് ചെയ്യണ്ടായില്ല. അപ്പം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മളത് ബാറ്ററി ഫുൾ ചാർജ് ചെയ്തിട്ട് ഒന്നുകൂടി നമ്മൾ ചെക്ക് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നിലവിൽ നമ്മുടെ ബാറ്ററി നമ്പർ നോക്കിക്കോ. ഈ ഇരിക്കുന്നതാണ് നമ്മുടെ ബാറ്ററി 2022 മോഡൽ ബാറ്ററി. അതിൻ്റെ നമ്പറാണ് ഈ വരാം 8753 ലാസ്റ്റ് വരുന്ന നമ്പർ കേട്ടോ. നമ്മളിതിനകത്ത് കൃത്യമായിട്ട് ജോബ് കാർഡിനകത്ത് നമ്മൾ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഈ നമ്പർ പ്രകാരമാണ് നമ്മൾ എൻ്റെ ബാറ്ററി അയച്ച് ചാർജ് ചെയ്തിട്ടാണ് കേട്ടോ. ആ ബാറ്ററിയാണ് ഇപ്പോൾ വെച്ചേക്കണത്. അപ്പോൾ നമ്മളതിൻ്റെ ചാർജിങ്ങിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ചാർജ് ചെയ്യുന്ന സമയത്ത് 13.48 വോൾട്ട് കാണിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് ബാറ്ററി എടുത്തേക്കാണ്. അതിനുശേഷം നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുന്നുണ്ട്. ടെസ്റ്റിലേക്ക് വിടുമ്പോൾ ഓൾറെഡി ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. കാരണം ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആയിട്ടല്ല ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി അതിന് ശേഷം നമ്മളിനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടിയുമേന്ന് ചാർജ് കയറുന്ന കേസും കൂടിയും നമ്മളിപ്പോൾ അതിനകത്തുനിന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിലും, അതായത് ബാറ്ററി വണ്ടിയുമേന്ന് ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്ന അളവിൽ വേരിയേഷൻ ഉണ്ടെങ്കിലും ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് കാണിക്കും. കാരണം വെച്ചാൽ ബാറ്ററിയിൽ നിന്ന് ചാർജ് എടുക്കും, തിരിച്ച് ബാറ്ററിയിലേക്ക് ചാർജ് കയറാത്ത സിറ്റുവേഷൻ വന്നാലും സെയിം പ്രോബ്ലമാണ് കാണിക്കുക. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 13.5 വോൾട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് പതുക്കെ വണ്ടി റേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 14 വോൾട്ടിൻ്റെ മുകളിൽ ബാറ്ററിക്ക് വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിട്ടാണ് വരാം. ഇപ്പോൾ ഓൾറെഡി വണ്ടിമേന്ന് ബാറ്ററിയിലേക്ക് കയറുന്ന ചാർജിൻ്റെ അളവും കറക്റ്റാണ്. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് താക്കോലെങ്ങാനും ഓണായി കിടന്നിട്ടൊക്കെ ചാർജ് ഇറങ്ങിപ്പോയതാവാം. അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റ് ഇപ്പോൾ ഓൾറെഡി റെഡി ആയിക്കോളൂ കേട്ടോ. ഇപ്പം നിലവിൽ ബാറ്ററിക്ക് കംപ്ലയിൻറ്റ് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്കത് ഈ കണ്ടീഷനിൽ നമുക്ക് വാറണ്ടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വാറണ്ടിയിലേക്ക് അയക്കുക എന്തെങ്കിലും ചെയ്താലും നേരെ റിട്ടേൺ തിരിച്ചയക്കുകയുള്ളൂ. കാരണം ഓൾറെഡി ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററി കംപ്ലയിൻറ്റ് അല്ലാതെയാണ് കാണിക്കുള്ളൂ. ഇതിപ്പോൾ വേറെ ഏതെങ്കിലും കാരണവശാൽ താക്കോൽ അങ്ങനെ ഓണായി കിടന്ന് ചാർജ് ഇറങ്ങിയതൊക്കെ ആയിരിക്കാം. പിന്നെ നേരെ മറിച്ച് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വീണ്ടും കംപ്ലയിൻറ്റ് കാണിച്ചേക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് മീറ്ററിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്ത് നിലവിലെ വണ്ടിമേ ഉണ്ടായിരുന്ന ബാറ്ററി തന്നെയാണ് നമുക്ക് റീസെറ്റ് ചെയ്തത് കേട്ടോ.